ഗൈസ് ഗുഡ് മോർണിംഗ്. നമ്മളെ യാത്രയിലെ 10ാമത്തെ ദിവസമാണ്. ശനിയാഴ്ച നമ്മൾ അജ്മീറിൽ നേരെ പോവാണ് ജയ്പൂർക്ക്. നമ്മളുടെ ഹോട്ടലാണിത്, ഹോട്ടൽ ഇമ്പീരിയൽ ഇന്ന്. ഇനി നേരെ ജയ്പൂർ പോകുന്ന വഴി കിഷൻഗഡിലെ ഒരു മാർബിളിൻ്റെ ഡംബിയാർഡുണ്ട്, അവിടെ ഒന്ന് കയറണം. നമ്മളെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശമാണ്. ഇതിലെ തന്നെയാണ് ഒരു ഹൈവേ പോകുന്നുണ്ട്. നമ്മൾ വണ്ടി എല്ലാം പാക്ക് ചെയ്ത് സെറ്റായി ഇനി നേരെ പോവാണ്. 8 മണി ആവുന്നേ ഉള്ളൂ. നമ്മൾ നേരെ പോവാം. നേരെ താരഗ്ര ഫോർട്ട് പോവാണ്. അജ്മീർ സിറ്റിയിൽ നിന്നൊരു ഏകദേശം 11 കിലോമീറ്റർ ദൂരമാണുള്ളത്. നമ്മളെ മുമ്പിൽ കാണുന്ന ഈ മലയക്കൂടി ചുരം കയറിയിട്ട് വേണം അവിടെ എത്താൻ. അവിടെ ഒരു ഫോർട്ട് ഉണ്ട്, താരാഗട്ട് ഫോർട്ട്. പൃഥ്വിരാജ് ചൗഹാന്റെ ഭാര്യയുടെ പേരുള്ള താരാബായിയുടെ പേരുള്ള ഒരു ഫോർട്ട് ഉണ്ട്. പിന്നെ അവിടെ ഒരു ദർഗയുണ്ട്, ബാബാ സാഹബ് മീരാൻ അവരുടെ ദർഗയുണ്ട്. അത് രണ്ടും കാണാൻ വേണ്ടി പോവാണ്. അത് കണ്ട് പെട്ടെന്ന് ഇറങ്ങാം. ഏകദേശം ഒരു 20 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് ചുരം കയറി വന്ന് ദർഗൻ്റെ അടുത്തെത്തി. ദർഗയുടെ ഉൾവശമാണിത്. കയറി വരുമ്പോൾ വലിയൊരു ഗേറ്റ് ഉണ്ട് ഇവിടെ, ദർവാസ. ഇവിടെ ഒരു ഹൗലുണ്ട്. ആ മിനാരം കാണുന്നതിൻ്റെ നേരെ താഴെയാണ് അതുപോലെ ഖബറുള്ളത്. അതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങി വന്നതാണ്. ഫോർട്ടും ദർഗയൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഈ കാണുന്നതന്നെയാണ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിലൊരു കുറേ ബിൽഡിംഗ് ഒന്നുമില്ല, ചുറ്റും ഒരു മതിൽ മലൻ്റെ മേലെ കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ പോവാണ്. ഇവിടെ നോക്കിയാൽ അജ്മീർ സിറ്റി മുഴുവൻ കാണാം. ഗൈസ്, നമ്മൾ അജ്മീർ സിറ്റിയിൽ നിന്ന് കയറി നാഷണൽ ഹൈവേ 58 കയറി. നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഉദയ്പൂരിൽ നിന്ന് അജ്മീറിലേക്ക് വന്ന അതേ സെയിം റോഡാണ്. ഏകദേശം 32 കിലോമീറ്റർ ഉണ്ട് കിഷൻഗഡ് ഡംബിയാർഡിലേക്ക്. നേരെ അങ്ങോട്ടാണ് പോകുന്നത്. 1 മണിക്കൂർ കൊണ്ട് എത്തിക്കില്ല ഷാനി? ഓ, 1 മണിക്കൂറോ? ആ, സ്പീഡ് പോകണം. 1 മണിക്കൂർ അധികം. നമ്മൾ ചായ കുടിക്കാൻ ചിലപ്പോൾ നിർത്തും. ആ മല്ല വിധത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു ഫോർട്ടിൻ്റെ ഭാഗം കാണാം. അവിടെ ബിൽഡിംഗ് ഒക്കെ വരുന്നത്. ഇപ്പോഴാണ് കുറേ നേരം ബ്ലോക്ക് കൂടിപ്പോയി. ഒരു റെയിൽവേ ലൈൻ ക്രോസിംഗ് ഉണ്ട് അതിനവിടെ. നേരെ പോട്ടെ. അടിപൊളിയാണ് ആ ഡംബിയാർഡ്. വൈറ്റ് കളറാണ്, പക്ഷെ നല്ല ചൂടാണ്. 44 ഡിഗ്രിയാണ് ചൂട് രാജസ്ഥാനിൽ. അത് മാത്രമേ സഹിക്കാൻ പറ്റാത്തത്. പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് ഏകദേശം ചൂടൊക്കെ പറ്റി പിടിച്ചതുകൊണ്ട് പ്രശ്നമല്ല. എന്തായാലും നേരെ വിടട്ടെ.
കഴിക്കാൻ നിർത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സമയം എത്രയായി? 10 മണിയാണ് കഴിച്ച്. അതിന് മുമ്പ് നമ്മൾ കുറച്ച് സാധനങ്ങൾ കഴിച്ചിന്. ഞങ്ങൾക്ക് ആകെ ഒരു എന്താ പറയുക, ഒരു മടുപ്പ് തോന്നണം ഈ ഫുഡിനോടാണ്. റൊട്ടിയും പനീറും പിന്നെ ദാലുവിലെ നമുക്ക് ഒരു മടുപ്പ് തോന്നി. എങ്ങനെ രാജസ്ഥാൻ കഴിഞ്ഞിട്ടാണ് നല്ല ഭക്ഷണം കഴിക്കാൻ. പഞ്ചാബോ കശ്മീരോ എത്തിയിട്ട് വേണം. റൊട്ടിയും ഇതന്നെ അതന്നെ. പിന്നെ നമ്മൾ ബ്രെഡ് വാങ്ങി അഡ്ജസ്റ്റ് ചെയ്ത്. അതായത് ഇതിനോട് വേഗം ബായ് പറയണം ഈ ഫുഡിനോട്. സ്പെഷ്യൽ ഇനി ജയ്പൂർ പോയിട്ട് നല്ല എന്തോ കിട്ടുനോക്കണം. ഫുഡ് പ്രയാസമാണ്. ഇനി യാത്രയിൽ ഇതൊക്കെ സഹിക്കാനല്ലേ ഹംസു? ഹംസു അല്ലാ, ഏതായാലും കഴിച്ച് വല്ല നീങ്ങട്ടെ. വെള്ളം ഇത് ഇനി ബാക്കിൻ്റെ എടുക്കണം. വണ്ടി കുറച്ച് അപ്പുറത്തെ പാർക്ക് ചെയ്തേ. വണ്ടി വരുന്നുണ്ട്. നമ്മളെ നേരെ പോവാണ് കിഷൻഗഡ് ഗ്രാനൈറ്റ് ഡംപിയാർഡ്. നമുക്കിനി പോകാനുള്ളത് കുറച്ച് നല്ല ലോങ് റോഡ് പോകാണ്ട്. നമ്മൾ നേരെ കിഷൻഗഡ് പോകും, പിന്നെ ജയ്പൂർ പോകും. പിന്നെ ജയ്പൂരിൽ നിന്ന് പോണ വഴി തന്നെ തിരിച്ച് നമുക്ക് ജോധ്പൂർക്ക് പോകാണ്ട്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് കണക്ഷൻസ് ഉള്ളത് ഇപ്പോൾ സ്ഥലങ്ങൾ. പിന്നെ ജോധ്പൂരിൽ നിന്ന് നേരെ ജയ്സാൽമീർ പോകണം. ജയ്സാൽമീർ നിന്ന് പഞ്ചാബ് കയറണം. എന്നൊക്കെയാണ് പ്ലാന്. കഴിഞ്ഞ ദിവസം ഉദയ്പൂർ അജ്മീറിലേക്ക് വരുമ്പോൾ നമ്മൾ കുറേ മാർബിളിൻ്റെയൊക്കെ ഗോഡൗൺ കണ്ടിന്. ഇപ്പോൾ അതിനെക്കാട്ടിലും കൂടുതലുണ്ട്. ഫുള്ള് മാർബിളും ഗ്രാനൈറ്റും ഇതന്നെ ഇവിടെ, വേറൊന്നുമില്ല. ഒരു ലോകം. നമ്മളാ ഡംപിയാർഡിലേക്ക് പോകുന്ന വഴിയാണ്. ഫുൾ ഫാക്ടറികൾ. ഒരു മാർബിൾ പണിക്കാരെ അവരോട് വീഡിയോ എടുക്കാൻ പറഞ്ഞ് ടാറ്റന്ന് നമ്മളെ കട്ട് ചെയ്താൽ വേണ്ടിയിട്ട് സൗണ്ട്. നമ്മളങ്ങനെ പോവാ. നമ്മളതായാലും പോയി നോക്കട്ടെ. എത്താൻ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഫുള്ള് ഇവിടെയൊക്കെ വന്നാർക്കൊരു ഡീലർഷിപ്പ് എടുത്ത് പോലെ. ഡീലർഷിപ്പ് എടുത്ത് പോവാ. വലിയ കട്ട്. നമ്മള് ഇത്ര നേരം കണ്ടത് ഗ്രാനൈറ്റും മാർബിളൊക്കെ ആ വലിയ കല്ല് കൊണ്ടുവന്നിട്ട് മുറിച്ച് നമ്മളെ നാട്ടിലൊക്കെ എത്തുന്ന പാകത്തിലേക്ക് ഷേപ്പ് ചെയ്യുന്ന സ്ഥലമായിരുന്നു. നമ്മളിതിൻ്റെ വേസ്റ്റ് ഉണ്ട്. ഇത് മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊടി വേസ്റ്റ് ഇതൊക്കെ ഡംപ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. നല്ല കാണാൻ വളരെ ഭംഗിയാണ്. അതായത് നേരിട്ട് കാണാം. അവിടെയൊക്കെ മുറിച്ച് വെച്ചിരുന്നത്. നേരെ അങ്ങോട്ടാണ് പോകുന്നത്. പോയി നോക്കാം. അവിടെ വലിയ മെഷീൻ മേലെ അത് മുറിക്കുന്നത്. വലിയ കല്ലുകളല്ലേ? വേറല്ല ഇനി കിട്ടാൻ റൈറ്റല്ലേ ചോപ്പ് പൊടി ഇതൊക്കെ അവിടെ അല്ലേ? ഇതൊക്കെ കാണാണ്ട് നമ്മൾ ഇത്രയും കാലം നിന്ന് ഇതിൽ വന്നല്ലിട്ടിപ്പോ അറിയോ ചൂടിന്റെ വില എത്ര? ചൂടിന്റെ വില 44 ഡിഗ്രി. ട്രാഫിക് അങ്ങനത്തെ തിരിക്കല്ലോ. അയ്യോ സെറ്റപ്പ് വീഡിയോ. Turn left. ആ റോഡായിരിക്കും. സ്നോ യാർഡ്. ടിക്കറ്റ് കൊടുക്കേണ്ടി വരുമോ? ഇവിടെ ഞങ്ങളിവിടെ കേറാൻ നേരത്ത് ഇവിടെ സ്നോ സിറ്റി എന്താ എഴുതിച്ച്? സ്നോ സിറ്റി അങ്ങനെ തോന്നുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടുത്തെ സെക്യൂരിറ്റി ഞങ്ങൾ പറഞ്ഞ് 1 കിലോമീറ്റർ എത്ര? അതാ 1/2 കിലോമീറ്റർ പോയാൽ ടോക്കൺ കിട്ടും. അവിടെ പോയി ടോക്കൺ എടുത്തിരുന്നു പറഞ്ഞു. അപ്പൊ പിന്നെ എന്തൊക്കെ അങ്ങനെ പറഞ്ഞേ തണുത്തവെള്ളം തരാം കൊടുത്താല് പൈസ നമ്മളെ കയറ്റാന്ന്. അപ്പൊ പൈസ മതിയാറ്. അപ്പൊ നമ്മൾ 50 റുപ്യ കൊടുത്താ 50 റുപ്യ കൊടുത്താൽ നിങ്ങൾ സമാധാനം ആയില്ല. പിന്നെ വിട്ടിട്ടോ നമ്മളാ. നമ്മക്ക് പ്രശ്നമല്ല. നമ്മളൊരു സ്ഥലത്ത് ടിക്കറ്റ് കൊടുത്ത് കയറണ അതിരി തന്നെ. അതിൽ പോയി നോക്കട്ടെ. നല്ല വെള്ള കളറാണ് മൊത്തം. ആകാശം വരെ വെള്ള കളറാണ്. വെള്ളമുള്ള സ്ഥലം ഇടയ്ക്കൽ അങ്ങോട്ടേക്കും.
അവിടെ വണ്ടിയൊക്കെ കണ്ട വണ്ടിയായിട്ട് കിട്ടും. ഇതില തന്നെ പോവേ, ഇതില പോവാം, ഇതില പോവാം. നല്ല രസമുണ്ട്. ഇതാണ് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടല്ലോ വെള്ള മരുഭൂമി. പ്രവാസികളൊക്കെ കണ്ട് മരുഭൂമി ചോപ്പ് മഞ്ഞ കളറായിരിക്കും. നമ്മൾ വെള്ള മരുഭൂമിക്ക് എത്തിക്കുകയാണ്. ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ. വണ്ടി ഇറക്കാൻ പറ്റിയെടുത്ത് മേർക്ക, അല്ലാത്തടത്ത് റിസ്ക് എടുക്കണ്ട. നമുക്ക് താറിൽ റിസ്ക് എടുക്കാനല്ല, താർ മരുഭൂമിയിൽ അതിലേക്കല്ലേ പോകണം. നല്ല ലോറി പോകണ്ടല്ലോ. ഇതിലേക്കല്ലേ ലോറി പോയേ. ഗൈസ് നമ്മൾ സ്ഥലത്തെത്തി. ബേക്കിലാണ് കാണുന്നതാ വലിയൊരു ഏരിയ. മാർബിളിന്റെ വേസ്റ്റ് തട്ടിയതാ വെള്ള കളറായിക്കിന്. ഞങ്ങളതിൽ വണ്ടി ഇറക്കട്ടെ. അതിലൊരു ലോറി വരുന്നുണ്ട്, അതിലങ്ങനെ കയറി വരുന്നുണ്ട്. ആ ലോറി വന്നിടത്ത് ഞങ്ങൾ പോയി നോക്കട്ടെ. കുട എടുത്ത് ഇടാതാലും പുതിയൊരു കുട വാങ്ങി എടുത്തിന്. പക്ഷെ നമ്മളതിൽ പോയി നോക്കല്ലേ. ലോറി വരുന്നുണ്ടല്ലോ. ലോറി അതിലാ പോണേ. വേറെ അത് വയ്യുണ്ട്. ഒരു ഹെലിപാഡിലാണ് ഞങ്ങളുള്ളത്. ഇതാ ആണല്ലേ, നമ്മൾ ആദ്യമായിട്ടല്ലേ ഹെലിപാഡിൽ അല്ലേ? എന്ന് സംസുതാ ഹെലിപാഡില്. ഹെലിപാഡൊക്കെ ഇവിടെ എന്തിനേക്കല്ലേ ഇപ്പൊ ഹെലിപാഡ് ഉണ്ടാക്കിയേ? അതിലൊരു ഒഴിവുള്ള സ്ഥലം കിട്ടിയാൽ ഉണ്ടാക്കിണ്ടാവും. അല്ല മാർബിളിന്റെ ഒരു ഫുൾ മാർബിൾ കൊണ്ട് ഇതാ ഇവിടെ ഒരു സ്റ്റോൺ ബെഞ്ച് ഉണ്ടാക്കിന്. ഇവിടെ ഉണ്ട് സ്റ്റോൺ ബെഞ്ച്. പെരുമ്പയിലാ മക്കളെ, പെരുമ്പയില്. ഭയങ്കര ചൂടാണ്. ഒന്നാമത് നിലത്ത് കെട്ടിയിട്ട് വരണതിനും ചൂട്, മേത്തൊന്നും ചൂട്, എല്ലായിടത്തും ചൂട്. ശരിക്കും ഇവിടെ വെള്ളമുള്ള സമയത്ത് വന്നാലേ രസം ഉണ്ടാവും. ഞങ്ങൾ ആ മഴക്കാലത്തുള്ള വെള്ളം അങ്ങോട്ട് ഇതിലേക്ക് വന്നിട്ട് വെള്ളം കെട്ടിക്കുമ്പോഴുള്ള ഫോട്ടോ കണ്ട അങ്ങോട്ട് വന്നത്. വന്നപ്പോൾ സാധനം കണ്ട് പാളി. പോവാ മോനെ, ഉണങ്ങിപ്പോക്ക് പോരി. ആൾക്കാർ പോണോക്കിയാ ഒരു ടീമിൽ എത്ര ആളാണ്? ഒരു 2, 4, 6 ആള്. വേറെ 2 പേര് നോക്കിയാ 2, 4 വേറെ ആള്. അല്ല ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോലെ. 1729 ആംബർ രാജാവായിരുന്ന മഹാരാജാ സവായ് സിംഗ് രണ്ടാമനാണ് പിങ്ക് സിറ്റി എന്ന ജയ്പൂർ നഗരം പണി കഴിപ്പിച്ചത്. ഈ ജയ്പൂർ സിറ്റി മൊത്തം പിങ്ക് കളറല്ല കേട്ടോ. ഈ ഒരു പ്രത്യേക ഒരു ഏരിയ ഉണ്ട്, പഴയ നഗരമുള്ള സ്ഥലം. ആ സ്ഥലം മൊത്തം പിങ്ക്. പിങ്ക് പറഞ്ഞാല് പിങ്ക് ഏകദേശം ബ്രൗൺ. ഇത് ബ്രൗൺ അല്ലടോ, രണ്ടും കൂടി കൂടിയൊരു കളറ്. നിങ്ങൾ അഭിപ്രായം ഏതായാലും പറയും, ഇത് പിങ്ക് സിറ്റി ആണോ അല്ലെങ്കിൽ വേറെ ഏതോ കളർ സിറ്റി ആണോ എന്നുള്ളത് കമന്റ് ചെയ്യട്ടോ. പിന്നെ ഈ ഭാഗത്താണ്, ഈ പിങ്ക് കളറുള്ള ഭാഗങ്ങളിലാണ് ഈ ഹവാമഹൽ, അതായത് കാറ്റുകളുടെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഹവാമഹൽ ഉള്ളത്. അത് പകലും കാണണം, അതാ പോലീസ്, രാത്രി വന്ന് കാണണം. അതിന്റെ 2 സമയത്തുള്ള വ്യൂ കിട്ടണം. അതാണോ ആംബർ ഫോർട്ട് മേലെ കാണുന്നത്? അതാണോ കൂടുന്നത്? ജയ്പൂർ സിറ്റി എന്നൊക്കെ പോന്ന് കുറച്ച് ഒരു 10-12 കിലോമീറ്റർ കൊണ്ട് പോന്നിട്ട് ഒരു മലന്റെ മേളിലാണ് നമ്മൾ ആംബർ ഫോർട്ടില്. ആംബർ ഫോർട്ട് എന്നും പറയാം, ആംബർ ഫോർട്ട് എന്നും പറയാം. അവിടെ പാലസ് ഒക്കെ ഉണ്ട്. നല്ല നേരെ അവിടെ കയറട്ടെ, വണ്ടി അവിടെ പാർക്ക് ചെയ്യണം. നല്ല ചൂടാണ്. അതിന്റെ മേലോട്ട് ഈ ഇടത് ഭാഗത്ത് കാണുന്നതാണ് ആ ഫോർട്ടും പാലസൊക്കെ അവിടെ ആണുള്ളത്. എന്തായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഹായ് എല്ലാവർക്കും ഫാൻസ്, ഫുൾ ഫാൻസ്, ഫുൾ ഫാൻസ്. ലഡാക്ക് യൂട്യൂബ് ചാനലേ, യൂട്യൂബ് ചാനൽ അയ്യോ പാർക്ക്. നമുക്ക് ആംബർ ഫോർട്ടിന്റെ അവിടേക്ക് നമ്മൾ റോഡിൽ കൂടെ എത്തിയാലേ അവിടെ കുറേ ഗൈഡും വണ്ടികളൊക്കെ കാണാം. നമ്മൾ സ്വന്തം വണ്ടിയിൽ വരികയാണെങ്കിൽ ആംബർ ഫോർട്ട് പാർക്കിംഗ് നടിച്ചാൽ ഒരു ലൊക്കേഷൻ കിട്ടും. ഈ റോഡ് ഇങ്ങനെ പൂരയാ, കുറച്ച് ഉള്ളിൽ കൂടാണ്, പക്ഷെ ഒരു 1.5 കിലോമീറ്ററോളേ ഉള്ളൂ. സ്വന്തം വണ്ടിൻ്റെ ഏറ്റവും നല്ല ഇതിലെ പോകുന്ന നേരെ മെറ്റോ മേലെ പാലസിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തും, നമ്മുടെ ബാക്കിലുള്ള പാർക്കിങ്ങിലേക്ക്. ഇനിയിപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ച് ജയ്പൂർ സിറ്റിയിൽ നിന്ന് വരികയാണെങ്കിൽ ഏറ്റവും അല്ലെങ്കിൽ അവിടെ തന്നെ താഴെ ഇറങ്ങിയിട്ട് ജസ്റ്റ് അതിൽ നടന്ന് കയറാം. നടന്ന് കയറണമെങ്കിൽ നടന്ന് കയറാം, അല്ലെങ്കിൽ അവിടെ വേറെ ജീപ്പൊക്കെ കിട്ടും. ഇങ്ങോട്ട് മേലോട്ട്
നടന്നു കയറാൻ കുറച്ചേ ഉള്ളൂ. പക്ഷെ ചൂടാണെങ്കിൽ നമ്മൾ ജീപ്പൊക്കെ എടുക്കാം. നമ്മളേതായാലും സ്വന്തം കാറുള്ളതുകൊണ്ട് നമ്മളേതായാലും ഇതിൽ പോയി നോക്കുകയാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പിന്നെ കുറേ ടാക്സിയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വഴി തെറ്റൊന്നുമില്ല. ഇവിടെ ഭയങ്കര ഗൈഡുമാർ ഇതാക്കിത്തരാ കുറച്ച് മതി ഇത് മതി എന്നൊക്കെ പറയും. തൊട്ടാ പൈസ ചെറിയ കാര്യങ്ങൾക്ക് മൂപ്പര് പറഞ്ഞാൽ നമ്മൾ മേലെ എത്തിച്ചേരാ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിന് 200 റുപ്യ വേണമെന്ന് പറഞ്ഞാൽ നമ്മളേതായാലും പോകുന്നതാണ്. പോയി നോക്കട്ടെ. നമ്മൾ ചെറിയൊരു വീഡിയോ കട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. വണ്ടി കൂടെ വരുമ്പോൾ ഫസ്റ്റ് ഒരു എൻട്രൻസ് കാണാം നമുക്ക്. പിന്നെ ഫുള്ള് ഏകദേശം പഴയ അന്നുണ്ടാക്കിയ കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് വണ്ടി വരുന്നത്. നമ്മൾ നേരെ പോകാണ്ട് അതിൻ്റെ മേലെത്തണം പോയിട്ട്. ഇവിടെ ഇത് ശരിക്കും പാർക്കിങ്ങിന് ഇവിടെ 50 രൂപയാണ് ഇവിടെ We already visited here one time. Last year. 400 होता है, 4 आप 200 दे दो. Last year visited है. फोटोग्राफी भी हो जाएगा सर. विदाउट गाइड 1 किलोमीटर का राउंड होगा. Last year we visited. ഇവർക്ക് എന്താ അറിയില്ല, നമ്മള് ഓല് പറഞ്ഞ നമ്മൾ ചെയ്യണം എന്നുള്ള അതിൽ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. ഭയങ്കര സ്നേഹം, നമ്മൾ തെറ്റിപ്പോകുന്നുള്ള നമുക്ക് മനസ്സിലാവില്ല എന്നുള്ള സത്യം പറഞ്ഞാൽ ഗൈഡിനുള്ളത് നമുക്ക് കുറെ അറിയാൻ പറ്റും. പക്ഷെ നമുക്ക് അങ്ങനെ ചരിത്രങ്ങൾ അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെക്കണതാണ്. പിന്നെ അത് അവിടെ 50 രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ അവിടെ പാർക്കിംഗ് വരെ പോരാ. അപ്പോൾ നമ്മളെന്താക്കുക, ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മളതിനെ പറ്റി നല്ലോണം അന്വേഷിക്കണം. ഗൈസ് നമ്മൾ പാർക്കിങ്ങിൽ എത്തിയിരുന്നു. വണ്ടി പാർക്ക് ചെയ്യും. വരികടാ നമ്മള് ഗൈസ് പാർക്കിങ്ങിൽ എത്തിക്കിന്. വണ്ടി ഇവിടെ എടുത്ത് വിശാലമായ പാർക്കിംഗ് ഉണ്ട്. ഒരു 4-5 ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ പാർക്കിങ്ങിനുള്ള. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഉള്ളിടത്താണ് മെയിനായിട്ടുള്ള ആംബർ പാലസും കൊട്ടാരമൊക്കെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ മലയിലൊക്കെയാണ്. അപ്പുറത്തെ മലകളിൽ കൂടെ അങ്ങനെ പോവാണ് അതിർത്തി. ചൈനൻ്റെ മതിൽ കെട്ടി മതിരാ അതിലിങ്ങനെ അവിടെ വരെ ഉണ്ട്. ഇവിടെ നിന്ന് താഴോട്ടുള്ള കാഴ്ച കാണിച്ചാൽ ഇതാണ് പാർക്കിംഗ് ഏരിയ എന്നുള്ള വ്യൂ. നമ്മൾ അവിടെ കണ്ടല്ലേ, അവിടെയാണ് നമ്മൾ ടാക്സിയിലൊക്കെ ജയ്പൂർ സിറ്റിയിൽ നിന്ന് വന്നാൽ അവിടെയാണ് ഇറങ്ങുക. അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അതിലൊരു പാലുണ്ട്, അതിൽ നടന്നിങ്ങനെ ഇവിടേക്ക് എത്താം. ഇവിടെ ആണോ എന്നാ സംശയം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നാൽ ഇതിലെങ്ങനെ കയറി മേലോട്ടെത്താം. ഏതായാലും ഹംസു കൊടയൊക്കെ എടുത്തേന്. പോലെ ഹംസു രാജസ്ഥാനി ഗായകൻ ബർണോ ഉപയോഗിച്ച് പാട്ടൊക്കെ പാടിക്കുന്നു. നമ്മൾ മൂപ്പര് അടിപൊളി പാട്ടൊക്കെ കേട്ട് നേരെ കയറുമാനം കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോഴുള്ള ഒരു ഹാള് പോലുള്ള വലിയൊരു ഏരിയ ആണ് ഗ്രൗണ്ട്. നമ്മളാ കാണുന്നതാണ്. നമ്മൾ റോട്ടിൽ താഴ്ന്ന് നടന്നു വരികയാണെങ്കിൽ അതിലങ്ങനെ കയറി വരാം. കഴിഞ്ഞിട്ട് ഇതിനങ്ങോട്ടാണ് പാലസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. അതിൽ പോയാണ്. നല്ല വെയിലാണ്, കൊടും ചൂട്. മൂൺ ഗേറ്റ്, എൻ്റെ പേരാണ് മൂൺ ഗേറ്റ്. സന്ത്പൂർ. പഴയ കുറേ വാദ്യോപകരണങ്ങളെ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. കുറേ ഉണ്ട് വായിക്കാൻ. ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് വെള്ളം കുടിക്കണമെങ്കിലൊക്കെ. ഇതാണ് ലാൻഡ്സ് ഗേറ്റ് കയറി കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ ഒരു കോട്ടയാടാണ്. ഇതിൻ്റെ പേര് ദിവാനി ആം എന്നാണ്. ഇത് മിർസ രാജ്മാൻ സിംഗ്
ഇതാണ് രാജാവാണ് ഉണ്ടാക്കിയത്. ഇവിടുന്നാണ് രാജാവ് അയാളെ പ്രജകളെ കാണലും ഒഫീഷ്യൽസായിട്ട് സംസാരിക്കലൊക്കെ ഈ സ്ഥലത്ത് നിന്നാണ്. ഇവിടെ നിന്നാണ് ഒരു യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ആഘോഷം ഉണ്ടാവുക. പിന്നെ ഈ രാജാക്കന്മാരെ ബർത്ത്ഡേ, പിന്നെ ദസറ ഫെസ്റ്റിവൽ അതൊക്കെ ഉണ്ടായാൽ ഈ ഹാളിൽ നിന്നാണ്. ഈ ഭാഗത്തതിന് അന്ന് പാലസിൽ റസോദ ഉണ്ടായിരുന്നു. റസോദ പറഞ്ഞാൽ കിച്ചൺ, റോയൽ കിച്ചണിൻ്റെ പേരാണ് റസോദ. 2 കിച്ചണിന് ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് രാജാവിനും രാജാവിൻ്റെ അതിഥികൾക്കും കഴിക്കാണ്ടത്. അഫ്ഷാനും സംസും നിൽക്കണേ ഇത് ഓരോന്നാണ് ഇവരിരുന്ന് ഭക്ഷണം കഴിച്ചത്. അതിൻ്റെ ബാക്കിലാണ് കിച്ചൺ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സെറ്റ് കിച്ചൺ ഉണ്ടായിരുന്നത് ഇവർക്ക് കഴിക്കാൻ, പാലസിലെ സ്റ്റാഫിനൊക്കെ. ആംബർ ഫോർട്ടിലെ സുഖമന്ദിർ എന്നറിയപ്പെടുന്ന ദിവാനി ഖാസാണ് ഈ കാണുന്നത്. നടുവിൽ അതിമനോഹരമായ ഒരു പൂന്തോട്ടവും. ഇന്ന് പൂവില്ല, അന്ന് പൂവുണ്ടാകാൻ മതി. ഇതിൽ കുറേ മുറികൾ. ഇവിടെ ഇരുന്ന് റോയൽ ഫാമിലി ചൂടുകാല സമ്മർ സീസണായ താമസിച്ചിരുന്നത് ഇവിടെയാണ്. ഇതിൽ മനോഹരമായൊരു വരാന്തുണ്ട്. പിന്നെ 2 ഭാഗത്തും ഫുള്ള് മുറികളാണ്. ആ ഭാഗത്തൊക്കെ താമസിക്കുന്ന മുറികളാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് അന്ന് വേനൽക്കാലത്ത് രാജകുടുംബം താമസിച്ചിരുന്നത്. ദിവാനി ഖാസ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി കുറേ വഴികളുണ്ട്. അന്ന് രാജ്ഞിമാര് രാജകുമാരന്മാരൊക്കെ ചെറുതായെന്ന് ഓടി കളിച്ച സ്ഥലങ്ങളേക്കിത്. പിന്നെ ഓലിയില്ലല്ലോ ഓടി കളിച്ചിട്ടുണ്ടാവുക. അല്ലാ ഇത് കേട്ടാ ലേറ്റ് എത്തിക്കടാ. ഇവിടെയൊക്കെ ഇതിലൊക്കെ ഇത് വെച്ചിട്ടുണ്ടാവും അല്ലേ, വിളക്ക്. സംസു ഞാൻ അങ്ങനെ പോയി ഇതിലൊക്കെ വിളക്ക് വെച്ചിട്ടുണ്ടാവും. ഒരു 2-3 നില കയറി ഞങ്ങൾ മേലെത്തി. ഇവിടെ ഈ പട്ടാൾക്കാരാണ്. ഇത് പട്ടാൾക്കാരെ വാച്ച് ടവറാണ്. അത് ഇവിടെ പട്ടാൾക്കാരുണ്ടാവും. ഇവിടുന്ന് ശത്രുക്കളെ കയറുന്നവർക്ക് അറിയാൻ പറ്റും. അവിടെ നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണാൻ പറ്റും. അതാണ് ഫോർട്ടിൻ്റെ അതിർത്തി. അതിലെങ്ങനെ പോകുന്നത്. ഇപ്പോൾ പാലസിൻ്റെ മേലെ നമുക്ക് ഒരു കാണാവുന്ന വ്യൂ. ഇതാണ് മുൻഭാഗം. ശത്രുക്കളൊക്കെ ആക്രമിക്കുക പറഞ്ഞാൽ ചുറ്റും ഈ വെള്ളമുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ കുറേയൊക്കെ പോയി അതൊക്കെ അത് കടന്ന് വരണം. പിന്നെ ഫോർട്ടിൻ്റെ മതിൽ ഇതാ പോകുന്ന വഴികളുണ്ടാകും. അവിടെ നിന്ന് തുടങ്ങി അങ്ങനെ പോയി ഇതിനെ ചുറ്റി, പാലസിനെ ചുറ്റി ഫോർട്ട് മതിലാണ്. മനോഹരമായ ഗാർഡൻ ഉണ്ട്. എന്തൊക്കെ സംവിധാനങ്ങളാണ് ചെയ്ത് വെച്ചത്. ഇതൊരു ഇന്ത്യൻ മുഗൾ ആർക്കിടെക്ചറിൻ്റെ ഒരു മിക്സ്ചറാണ്. ഇവിടെ ആർക്കിടെക്ചേഴ്സൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആർക്കിടെക്ചേഴ്സ് ഇവിടെ വന്ന ആൾക്ക് കുറേ കാണാനുണ്ട്. ഇവിടുത്തെ ഓരോ ജനലും ഓരോ ജാളികളും ഓരോ ഡിസൈനാണ്. കുറച്ചുകൂടെ ഉണ്ട് താഴത്ത്, ഞാൻ കാണിച്ചു തരാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അന്നത്തെ നിർമ്മിതികളാണ് ഇതൊക്കെ. ഒരു മുഗൾ ടച്ച് ഉള്ളതാണ്. നമ്മളെ ആൾക്കാരുടെ പ്രശ്നമാണ് ഇത്രയും നല്ല സ്ഥലങ്ങളിൽ ഒരു വന്നിട്ട് ഓലെ പേര് എഴുതി വെക്കുക. മഞ്ഞുബൽ ബോയ്സ് എഴുതിച്ച കല്ലുമല അതൊന്നും വിഷയമല്ല. ഇത് നല്ലൊരു നിർമ്മിതിയിൽ ആൾക്കാർ വന്നിട്ട് ഓലെ പേരും ഓലെ വൃത്തികേടുകൾ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ആൾക്കാരെപ്പോഴും നമ്മളെ കുട്ടികളെ സസ്റ്റൈനബിൾ ടൂറിസവും റെസ്പോൺസിബിൾ ടൂറിസവും ഒക്കെ പ്രോത്സാഹിപ്പിക്കും അല്ലേ അഫ്ഷാനെ? അതെ. ഇതൊക്കെ പട്ടാൾക്കാർ അന്ന് ഓടുന്ന സ്ഥലമായിരിക്കും. മേലോട്ടും താഴോട്ടും ഇവിടെ നമുക്ക് എത്ര ആൾക്കാർ തല്ലുകൂടിയുണ്ടാവും. വാളമുണ്ട്. ഇത് നമ്മൾ നേരത്തെ ദിവാനി ഖാസ് കാണുത്തി. ദിവാനി ഖാസ് പൂന്തോട്ടമുള്ള ആ കോട്ടയാടിലേക്ക് ലാട്രിൻസിലൊന്ന് പോയി. അതായത് ഓലൊന്ന് കുളിക്കുകയും ബാത്റൂമിലൊക്കെ പോയ സ്ഥലങ്ങളാണ്. അങ്ങനത്തെ ഒരു 100 കണക്കിന് ലാട്രിൻസ് ഉണ്ട്. ശീഷ്മാലിൻ്റെ മാൻസിംഗ് പാലസിൻ്റെ ഇടയിലാണിത്. റോയൽ ഫാമിലി കുളിക്കുകയും ബാത്റൂം പോയത് സ്ഥലം. പോയോ കേട്ടോ, വാതിലൊന്നുമില്ല. ഇതാണ് പോലെ ബാത്റൂം. അന്ന് ഇവിടെ കോലി ചൂടുവെള്ളവും പച്ചവെള്ളവും തണുത്തുള്ളൂ കിട്ടി. ഇവിടെ നീക്കില്ല വരുവുള്ളൂ കൊണ്ട പാരിക്കില്ല. ബക്കറ്റിൽ അന്ന് വെള്ളം ചെയ്യാനുള്ള വലിയ ബക്കറ്റല്ല, വലിയ ചെമ്പെടുക്കാം. ഇത് ചെമ്പ അയ്യോ ഇതാണ് കേട്ടോ. എന്നാല് വെള്ളം വരാനുള്ള ഓട്ടടാ. ഇതിൽ കൂടി വെള്ളം വരുതാ. ഇവിടെ ഇതാ ഇങ്ങനെ വെള്ളം വന്നിട്ട് വലിയ ഈറ്റാലാണ്. ഇപ്പോൾ നമ്മളെ രാജസ്ഥാനിലൊക്കെ എല്ലായിടത്തും പബ്ലിക് ടോയ്ലറ്റ് ആയിട്ടുള്ള ഇതാണ്. ഇതിപ്പോൾ എന്തെങ്കിലും ടോർച്ച് വെക്കാനുള്ള ഇത് ലൈറ്റ് കത്തിച്ചേക്കാനുള്ള ലൈറ്റ് സോപ്പ് ഇതാണോ ഒരു കാര്യം. ഇതിപ്പോൾ എന്താണ് സോപ്പൊക്കെ എന്തായാലും ഏതായാലും പോവാ. ഇത്ര നേരം മതി. ഇതൊരു എൻജിനീയറിങ് ടെക്നോളജി തന്നെയാണ് കേട്ടോ. നമ്മളെ സുഹൃത്തുക്കളായ ഷാഹിദും സാബിത്തും എത്രയും പെട്ടെന്ന്
ഇവിടെ രാജസ്ഥാനിലൊക്കെ വന്ന് ഇതൊക്കെ കാണണം. കഴിഞ്ഞോ? ഇവിടെ ഗേറ്റ് കൂട്ടിയിടാം. നമ്മൾ അടുത്ത സ്ഥലങ്ങൾ പോവാം. വാ വാ വാ. ഇതിൻ്റെ ഉള്ളിലൊരു സുഖം ഉണ്ട് കേട്ടോ. ഇതിന് തണുപ്പുണ്ടോ? ഇതിന് ചൂടാ. ഇത് മൊത്തത്തിലുള്ള ദിവാനി ഖാസ്, അതായത് സുഗ്നിവാസ്. അവിടെയാണ് സുഗ്നിവാസ്. ഇതാണ് ശീഷ് മഹൽ. ശീഷ് മഹൽ പറഞ്ഞാൽ ചില്ലുകളുടെ കൊട്ടാരം, അല്ലെങ്കിൽ ചില്ലുകളുടെ കൊട്ടാരം. ഇവിടെ നിന്നാണ് വേറെ ഏതെങ്കിലും രാജാക്കന്മാർ, വേറെ ഏതെങ്കിലും കിങ്ഡത്തിലുള്ള ആൾക്കാരെ എന്താ പറയുക, എൻവോയ് ഇല്ലേ, അവരുടെ എൻവോയ്ക്ക് എന്താ മലയാളം പറയാം, അവിടെ അംബാസഡർമാർ വരുമ്പോൾ രാജാവ് അവരെ സ്വീകരിക്കുന്നത് ഇവിടെയാണ്. ഇവിടേക്കാണ് അവരെ സ്വീകരിച്ച്. കുറേ ഗ്ലാസ്സുകളുണ്ട് ഇവിടെ, ചെറുതും വലുതുമായിട്ടുള്ള കുറേ ഗ്ലാസ്സുകൾ. റൂഫൊക്കെ എത്ര അടിപൊളി പാറ്റേൺ, അത്ര ആ കാലത്ത് ഇതൊക്കെ ചെയ്തതാണെന്ന് ഓർക്കണം കേട്ടോ. പലതരം വർക്കുകളുണ്ട് ഇവിടെ. രാജസ്ഥാനിൽ നമ്മൾ വന്നപ്പോൾ നമ്മൾ തണുപ്പ് കിട്ടിയൊരു സ്ഥലം അത്. ഇതൊക്കെ ഉണ്ടാക്കി നോക്കി അന്ന് നമ്മളൊരു 1, 2, 3 ഒരു 6 ആളെ ഹൈറ്റ് ഉണ്ട്. ഇതിന് 6 ആളെ ഹൈറ്റ് ഉണ്ട്. അന്ന് ഈ ലൈറ്റിനൊക്കെ പകരം അന്ന് വിളക്ക് കത്തിച്ച് വെക്കലേക്കും. തണലൊക്കെ യുദ്ധം ഉണ്ടാകുമ്പോൾ തുറക്കുമ്പോൾ മുന്നിൽ വരുന്ന പട്ട ആൾക്കാരെന്താക്കും, ഓരോ മറ്റേ പന്ത് കൊളുത്തി അങ്ങനെ വരും. അപ്പോൾ ഇവിടെ ലേറ്റ് ആവും. ഇവിടെ നല്ല നീറ്റാണ് കേട്ടോ. എല്ലാ പോലീസുകാരും ഇവിടെ തന്നെയുള്ള. ഇവിടെ ആരും വരണമില്ല. അതിന് മൊത്തം പോലീസുകാർ മൊത്തം ഇവിടെ അല്ലേ. ജയിലൊക്കെ ഉണ്ട്. ഒരു ജയില്, 2 ജയില്. ഇത് അങ്ങോട്ടും ഉണ്ട്. പോയോട്ടെ, നമ്മൾ ഇറങ്ങി വന്ന ഇതിലാണ്. നമ്മൾ ഇങ്ങോട്ടൊന്ന് പോയോട്ടെ. ഈ ടണൽ വേറെ ടോപ്പ് പോകണം. ഇതിലെങ്ങനെ പോയിട്ട് ഇത് ചെറുതാവും കേട്ടോ. നമ്മൾ ഉള്ളോട്ട് കയറുന്നവരും ഹൈറ്റ് കുറഞ്ഞ് ഇപ്പോൾ തല തട്ടും. ഇപ്പോൾ ഒരു 5-6 അടി ഹൈറ്റുള്ള ആൾക്ക് ഇപ്പോൾ പോവാം. സംസു സാം വാ വാ. സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ച മാതിരി നമുക്ക് തോന്നുന്നു. വാ ഇതൊക്കെ ആൾക്കാരെ നോക്കാണേ. വരാ. ഇത് മേലോട്ടുള്ള തന്നെ. അപ്പോൾ ഇതിലെങ്ങനെ പോയി നമ്മളിവിടെ എത്തിച്ചാൽ ഇതിലെങ്ങനെ പോയാൽ ഇത് നമ്മളിവിടെ നിന്നുള്ള വഴിയാണ്. അതിന് ഈ സ്ത്രീകളില്ല, അന്നത്തെ റോയൽ ഫാമിലിയിലെ സ്ത്രീകളെ ഒരു കോട്ടുണ്ട് പറഞ്ഞില്ലേ, ഒരു കോട്ടയാട്, അവിടെ നിന്നുള്ള വഴിയാണിത്. അവിടെ നിന്ന് വന്നാൽ ഈ ടൗണിലേക്ക് എത്തും. അപ്പോൾ ആ റോയൽ ഫാമിലിയുള്ളവർക്ക് അറിയാം കയ്യിലൊക്കെ പോകണം, രക്ഷപ്പെടണം എന്നുള്ള എന്തായാലും സംഭവം തന്നെ. എന്തൊക്കെ സംവിധാനങ്ങൾ ഒരാ കാലത്ത് ടെക്നോളജി ഇല്ലാത്ത സമയത്ത് ഈ പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് സംഭവം തന്നെ. ആമർ ഫോർട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിൽ പോവാണ്. റൂമിൽ പോകുന്ന വഴിക്കാണ് ഹവാമാലുള്ളത്. നമ്മൾ ഏകദേശം ഇനി രാത്രി പോകാമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചൂടൊക്കെ കഴിഞ്ഞിട്ട് രാത്രി പോകും. ഗൈസ്, ജയ്പൂരിലെ ഹോട്ടലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഹോട്ടൽ കോഹിനൂർ. ആംബർ പാലസും പിന്നെ ആംബർ പാലസിൽ പോയി ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് നേരെ നല്ല ചൂടായിട്ട് റൂമിൽ വന്നത്, റെസ്റ്റ് എടുത്ത് ഫ്രഷായി ഞങ്ങൾ പോവാം. ഞങ്ങൾ ഹോട്ടലിൽ നേരെ മുമ്പ് തന്നെയാണ് ബസ്, മറ്റേ പഞ്ചാബുക്കും ഹരിയാനക്കും പിന്നെ രാജസ്ഥാൻ്റെ പല ഭാഗങ്ങളിലേക്കും പോണ പ്രൈവറ്റ് ബസ്സിൻ്റെ സ്റ്റാൻഡൊക്കെ ഇവിടെയാണ്. ഞങ്ങളെ പോലീസ് പിടിച്ച് ഗൈസ്. നമ്മളൊരു വൺ വേയിൽ കയറിപ്പോയി അറിയാണ്ട്. പോലീസ് പിടിച്ച്. പോലീസിന് കുറേ പൈസ വേണമായിരുന്നേ. ഒരു മെട്രോ സ്റ്റേഷന് താഴെ അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ട്, വരുന്നപോലെ പിടിക്കുക. ഞങ്ങൾ ആ വൈക്കിനോട് കയറിയേനു. 1000 റുപ്യ വന്നാൽ ഫൈൻ്റെ കടലാസ് തരാം, അല്ലെങ്കിൽ 500 കൊടുക്കുകയാണെങ്കിൽ സ്ലിപ്പൊന്നും ഉണ്ടാവില്ല, 500 മതിയായിരുന്നു. കൈക്കൂലി തന്നെ. എന്താ ചെയ്യാം, എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക്. അഫ്സാനോട് ചോദിച്ചാൽ ഇത് വൺ വേ ആണോ. ഗൈസ്, പോലീസ് പിടിച്ച് ഫൈൻ കൊടുത്ത് വണ്ടി നേരെ റൂമിൽ കൊണ്ടുവച്ച്. ഇവിടെ ഫുൾ ബ്ലോക്കും ഭയങ്കര തിരക്കും ഭയങ്കര റഷ്, ചൂടും പൊടിയും
ഞങ്ങൾ എന്താക്കി മറ്റേ ബാറ്ററിന്റെ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഞങ്ങള് ഇവിടെ പോവാണ്. ഹവാമാലും സിറ്റി പാലസും ജൽമാലും പോട്ടെ. സിറ്റിയാണ് കാണുന്നത്, പിങ്ക് സിറ്റി. ഗൈസ്, ആ ഭാഗത്ത് നിന്നാണ് ഓട്ടോ വന്ന് ഇവിടെ നിർത്തി തന്ന്. ഇതാണ് സാധനം, ഹവാ മഹൽ. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. ഇതിൽ കുറേ ജനലുകളാണ്. പണ്ട് കൊട്ടാരത്തിലെ സ്ത്രീകൾ കാഴ്ചകൾ കാണാൻ വേണ്ടി വരുന്ന കുറേ ജാളികളാണത്. ഭയങ്കര തിരക്ക്. ഫോണിൽ കാണുമ്പോൾ രസമല്ല, നേരിട്ട് തന്നെ വന്ന് കാണണം. അതാണ് ഭംഗി. 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗ് ഹവാമഹൽ ഉണ്ടാക്കുന്നത്. ഇത് ഏകദേശം എന്താ പറയുക, നമുക്ക് തോന്നുന്നു ഇതാണ് ഫ്രണ്ട് ഭാഗം എന്ന്. ശരിക്കും ഇത് സിറ്റി പാലസ് ഇതിൻ്റെ നേരെ അപ്പുറത്താണ്, അതിൻ്റെ ബാക്ക് സൈഡാണിത്. ഇതെന്തിനാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ പാലസിലെ സ്ത്രീകൾക്ക്, റോയൽ ഫാമിലീസിലെ ലേഡി മെമ്പേഴ്സിന് ഈ അന്നത്തെ അങ്ങാടികളിൽ നടക്കുന്ന പരിപാടികൾ, ഫെസ്റ്റിവലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കാണുമ്പോഴുള്ള പ്രത്യേകിച്ചാൽ അവരിങ്ങോട്ടെല്ലാം കാണും, ഇവിടുന്ന് അങ്ങോട്ടൊന്നും ആരെയും നമുക്ക് കാണാൻ കഴിയില്ല. 5 നിലകളിലായിട്ട് നിർമ്മിതിക്ക് ഏകദേശം 953 ചെറിയ ജനൽ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറേ ചെറിയ ജനലുകൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ഇതിന് ഹവാമഹൽ എന്ന് പേര് വരാൻ കാരണം ഇത് സമ്മർ സീസണിൽ പ്രത്യേകിച്ച് ചെറിയ തണുത്ത കാറ്റ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അങ്ങനെ രീതിയിലാണ് അത് സജ്ജീകരിച്ചത്. അപ്പം ഒരു ചെറിയ തണുപ്പ് കിട്ടുമെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നല്ല ചൂടാണ്. ഏതായാലും ഇതിൽ പകൽ സമയത്ത് നമുക്ക് വന്നാൽ ഇതിൻ്റെ ബാക്കിലൂടെ നമുക്ക് എൻട്രി ഉണ്ട്. 30 രൂപ അങ്ങനെ എൻട്രി ചാർജ് ഉള്ളൂ. അതിൻ്റെ അപ്പുറത്താണ് സിറ്റി പാലസ് ഉള്ളത്. സ്ട്രീറ്റ് ഭയങ്കര തിരക്കാണ്, അറച്ച് ആൾക്കാരുടെ ഫോട്ടോ എടുക്കാൻ. അഫ്ഷാനെ സംസുനെ കാണില്ലല്ലോ, ഇത്രയും പോയി. ഗൈസ്, അങ്ങനെ ഹവാമഹലിനോട് ഞങ്ങൾ ഇവിടെ പറഞ്ഞേ. ഇനി നേരെ ഞങ്ങൾ ജൽമഹലിലേക്ക് പോവാണ്. ഗൈസ്, രാത്രിയാണ് നമ്മൾ ജൽമഹലിലെത്തുന്നത്. കാണുന്നതാണ് മൻസാഗർ ലേക്ക്. മൻസാഗർ ലേക്കിലാണ് അതിമനോഹരമായ ജൽമഹൽ ഉണ്ടാക്കിയത്. 3 തട്ടുകളിലായിട്ട്. ഇവിടെ വെള്ളം നിറയുമ്പോൾ അടി 1ാമത്തെ നില മുങ്ങ അങ്ങനെ എന്തോ ചെയ്യും, കറക്റ്റ് അറിയില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലുള്ള ഇതാണ് ആരവല്ലി പർവ്വതനിരയുടെ ഒരു ഭാഗമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ വേസ്റ്റ് അല്ല നിറച്ചു, ഫുൾ വേസ്റ്റ്. ഇത് രാത്രിയായിട്ട് കാണാൻ പറ്റുന്നില്ല. ആണോ? ഫ്ലാഷ് എന്നാല് ആൾക്കാർക്ക് ഇതൊന്നും കൊണ്ടെടുക്കാൻ അറിയില്ല. ഫുള്ള് വേസ്റ്റ്. ഷാനീൻ്റെ കഥ അറിയാം എനിക്ക്. ഇതെന്നാൽ സത്യത്തിലുണ്ടാക്കി 1699 മഹാരാജ മാധവ് സിംഗ് രണ്ടാമനാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നീട് നമ്മൾ ആംബർ ഫോർട്ട് പോയില്ലേ ഇന്ന് രാവിലെ ഉച്ചക്ക്, അത് ഉണ്ടാക്കിയ ആള് മഹാരാജ എന്തോ ഒരു സിംഗ് ഇല്ലേ, അയാളാണ് സവായ് സിംഗ്. അയ്യോ, മഹാരാജ സവായ് സിംഗ് ആണ് ഇതിനെ ഇക്കാണുന്ന കോലത്തിലേക്ക് പാക്കി. ഇത് മൂപ്പര് അന്ന് ആദ്യം ഉണ്ടാക്കിയ ആളിത് വേട്ടയാടുമ്പോഴൊക്കെ ഉപയോഗിച്ച സ്ഥലേനു. അത് വേട്ടയാടുമ്പോൾ വിശ്രമിക്കാനൊക്കെ. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞാൽ 4 മൂലയിലും 4 ഛത്രികളുണ്ട്. ഹെക്റ്റഗണൽ, അതായത് 8 മൂലയുള്ള. അതിൽ കാണാൻ പറ്റുമോ? 8 മൂലകൾ. പിന്നെ എൻ്റെ റൂഫ് ടോപ്പിൽ ഒരു ഗാർഡനും ഉണ്ട്. മരങ്ങൾ കാണാൻ പറ്റും പകൽ വന്നാൽ. ആ കറുത്തെടുക്കുന്ന മരങ്ങളാണ്. ഗൈസ്, ഞങ്ങൾ പോവാണ് ജൽമഹലിന്. ഇവിടെ രാത്രിയായിട്ടൊന്നും നല്ല കാണാൻ പറ്റുന്നില്ല. ഗൈസ്, 10ാമത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. നല്ല ചൂടാണ്. രാത്രിയൊക്കെ എത്താതി ചൂട്. 9 മണിയല്ലേ, 9 മണിക്കും ഉച്ചക്കുള്ള അതേ ചൂട്. ജൽമഹല്, ഹവാമഹല്, ആംബർ ഫോർട്ട് ഇതൊക്കെ കണ്ട് നമ്മൾ റൂമിലേക്ക് ഉറങ്ങാൻ പോവാണ്. നല്ലൊരു ഉറക്കം ഉറങ്ങണം. നാളെ രാവിലെ എണീച്ചിട്ട് നേരെ ജോധ്പൂർ.